തീയിൽ ചൂടാക്കി പഴുപ്പിച്ച ഇരുമ്പും മൺപാത്രവും തിളക്കുന്ന ചെമ്പ് പാത്രത്തിലേക്ക് ഇറക്കി ഉള്ളിക്കറി തയ്യാറാക്കൽ പാചകരീതിയിലെ വേറിട്ട കാഴ്ചയാണ്. പുരോത്സവത്തിന്റെ ഭാഗമായി കാസർഗോട്ടെ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ കറി തയ്യാറാക്കുന്നത്. ഔഷധ ഗുണമുള്ള ഉള്ളിക്കറി തയ്യാറാക്കി ഭക്ഷണമൊരുക്കൽ പൂരക്കളി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ്. എന്നാൽ ഇത് തയ്യാറാക്കുന്നതിലെ സവിശേഷതകൾ ആരെയും ആകർഷിക്കും. മണിക്കൂറുകളോളം തീയിൽ വെച്ച് ചൂടാക്കി പഴുപ്പിച്ച ഇരുമ്പും മൺപാത്രവും ഉള്ളിക്കറിയിലേക്ക് ഇറക്കുക എന്നത് പാരമ്പര്യ രീതിയാണ്. ഇവ കറിയിലേക്ക് ഇറക്കുമ്പോൾ ഉള്ളിക്കറി നന്നായി തിളച്ച് രുചി വർദ്ധിക്കുന്നുവെന്ന് ഇത് തയ്യാറാക്കുന്നവർ പറഞ്ഞു. നീലേശ്വരം നാഗച്ചേരി ഭഗവതി സ്ഥാനത്ത് ഉള്ളിക്കറി തയ്യാറാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. അതായത് ഉള്ളിക്കറിയിലേക്ക് ചട്ടി വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് തിളക്കൂല. ഒരു തിളക്കൂന്ന് വെച്ചാൽ എത്ര കത്തിച്ചാലും അടിക്ക് പിടിക്കുന്നില്ല. തിളക്കുന്ന ചേട്ടൻ നന്ന കുറവാണ്. അത് ഓരോ വിദ്യാന്മാർ തിളക്കെന്ന് പറയും, എന്നാലും തിളക്കൂല. അതിന് അടുപ്പിൽ ഈ ചെമ്പ് പാത്രം തീമാക്കുമ്പോൾ തന്നെ ഒരു ഇരുമ്പ് തണ്ടോ അതേപോലെ തന്നെ മങ്ങണോ അത് ഈ അടുപ്പിൻ്റെ അടിയിൽ വെച്ച് അതിൻ്റെ ചുറ്റും കത്തിച്ചിട്ടാണ് ഇതിനെ കൂട്ടുന്നത്. ഇതിൻ്റെ കൂട്ട് എന്ന് പറഞ്ഞാൽ ചെമ്പ് പാത്രം തീമാക്കണം. അതിൽ ഒഴിക്കേണ്ട വെള്ളം പച്ചവെള്ളം ചൂടുവെള്ളം ഒഴിക്കില്ല. ഈ ചോറുണ്ടാക്കിയ വെള്ളം കഞ്ഞിവെള്ളം അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം പിന്നെ അരിപ്പൊടിയും മറ്റേ മുതിരപ്പൊടിയും അത് സമാസമം അത് ഒരുപോലെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കും. ഇതിലേക്ക് ഒഴിച്ച് അതിൻ്റെ ഒരുവിധം നല്ല ശരിക്കും ചൂടായി എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളി അതായത് വെളുത്തുള്ളി അത് മിക്സിയിൽ കടഞ്ഞിട്ട് അത് എത്ര വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കടഞ്ഞെടുത്ത് ഇതിലേക്ക് തുണിയിൽ വെച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരാണ് കൂട്ടുന്നത്. അതിൻ്റെ സത്ത് ഈ ചട്ടി വെക്കുമ്പോൾ എന്ന് വെച്ചാൽ തിളക്കാതെ കറിയിൽ ഈ പതക്കുന്ന അതായത് ഈ കനലിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് ഈ ചട്ടി മെല്ലെ ഈ കറിയിലേക്ക് ഇറക്കും. അപ്പോൾ തന്നെ ഈ കറി ശരിക്കും പൊട്ടി തിളക്കാൻ തുടങ്ങും. ആ തിളക്കുമ്പോൾ കറി ആയി എന്നാണ് ഒരു വിശ്വാസം. രുചി മൺചട്ടി ആയതുകൊണ്ട് ഡബിൾ രുചി കിട്ടുന്നല്ല ഒരു വിശ്വാസമുണ്ട്. ബാക്കിയെല്ലാം ദേവി നോക്കും. പൂരോത്സവ കാലത്ത് മാത്രമാണ് പാചകകലയിലെ ഈ വേറിട്ട രീതി. കഞ്ഞിവെള്ളവും അരിപ്പൊടിയും മുതിരയും തേങ്ങാപ്പാലും ചേർത്ത് അതിലേക്ക് വെളുത്തുള്ളി നീര് പിഴിഞ്ഞൊഴിച്ചാണ് കറി തയ്യാറാക്കുന്നത്. ഓരോ പൂരോത്സവവും ഉള്ളിക്കറിയുടെ രുചി തലമുറകളിലേക്ക് പകരുകയാണ്. നീലേശ്വരം, ചെറുവത്തൂർ, കയ്യൂർ, പോടോത്തുരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലാണ് ഉള്ളിക്കറി തയ്യാറാക്കുന്നതിലെ ഇത്തരം പാരമ്പര്യ രീതികൾ തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.